നമ്മുടെ വീട്ടിലേക്ക് ENTയെ കണ്ടിട്ട് കൊണ്ടുവന്ന ഡ്രോപ്സ് ചെവിയുടെ പ്രോബ്ലവും പറഞ്ഞായിരുന്നു, കണ്ണിൻ്റെ പ്രോബ്ലവും പറഞ്ഞായിരുന്നു. കണ്ണ് ഡോക്ടറെയും കണ്ടു, ENT ഡോക്ടറെയും കണ്ടു. രണ്ടിടത്തുനിന്നും മരുന്നൊക്കെ കിട്ടി. നേസൽ ഡ്രോപ്സ് ആണോ ഇയർ ഡ്രോപ്സ് ആണോ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത പേഷ്യൻ്റാണ് എങ്കിൽ ഡ്രോപ്സ് എവിടെ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന മരുന്നുകളിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ അത് ചെവിയിലാണോ ഒഴിക്കേണ്ടത്, മൂക്കിലാണോ ഒഴിക്കേണ്ടത്, കണ്ണിലാണോ ഒഴിക്കേണ്ടതെന്നൊക്കെ എഴുതി കൊടുത്തൊക്കെ വിടും. നമ്മളുടെ ഇൻറ്റേർണലി നമുക്കെല്ലാവർക്കും ഇത് നന്നായിട്ട് അറിയാം അല്ലേ? അതുകൊണ്ടാണല്ലേ IM കൊടുക്കേണ്ട IV കൊടുക്കേണ്ട IM ഒക്കെ ആയി മാറിപ്പോവുക. നമ്മുടെ എൻജിനീയേഴ്സിന് ഇപ്പോൾ ടാബ്ലറ്റ്സ് എല്ലാം ഓറൽ ആണെന്ന് തോന്നിയാൽ തെറ്റൊന്നുമില്ല. കാരണം അവർ ഫുൾ ടൈം മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ല. നിങ്ങൾ ചിലപ്പം അവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും ടാബ്ലറ്റ്സ് എല്ലാം ഓറൽ അല്ല എന്ന്. എന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും അതെങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നത് അവിടെ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ റൂട്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ ചെറുതല്ലാത്ത ഇമ്പാക്റ്റ് മനുഷ്യരുടെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് അത് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. MOM 7F പറയുന്നു, ദ റൂട്ട് ഈസ് വെരിഫൈഡ് ഫ്രം ദ ഓർഡർ ബിഫോർ അഡ്മിനിസ്ട്രിങ്. അതിൻ്റെ അടിവേരുകൾ തേടിപ്പോണമെന്നല്ല, നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന റൂട്ട് ഓറൽ ആണോ IM ആണോ IV ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്. അബദ്ധം പറ്റില്ല എന്ന് പറയരുത്. ധാരാളമായി നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് MOM 7F എന്ന് ഓർക്കുക, റൂട്ട് ഈസ് വെരിഫൈഡ് ഫ്രം ദ ഓർഡർ. ആ ഓർഡറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു റൂട്ടിൽ ഉപയോഗിച്ച് അതേ മരുന്ന് അടുത്ത റൂട്ടിൽ ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒരേ മരുന്ന് ഡിഫറെൻറ്റ് റൂട്ടുകളിൽ ഉപയോഗിക്കുന്നതും ഡിഫറെൻറ്റ് റൂട്ടുകളിലേക്ക് ഉപയോഗിക്കുന്ന ഒരേ ഫോർമാറ്റിലുള്ള മരുന്നുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് റൂട്ട് ഈസ് വെരിഫൈഡ് ഫ്രം ദ ഓർഡർ ബിഫോർ അഡ്മിനിസ്ട്രിങ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ. MOM 7F.